നാഷണൽ ക്രിക്കറ്റ് ലീഗിൽ കേരളത്തിന്റെ ടീമുണ്ടാക്കുവാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് 10 മണിക്കൂറിനുള്ളിലാണ് സൈമൺ കൊല ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഹാസ് ഹിറ്റ് ദി ഹെഡ്ലൈൻസ് ഓഫ് നാഷണൽ മീഡിയ ലൈക്ക് എനിത്തിങ്. പിന്നെ പാലത്തിങ്കൽ ഗ്രൂപ്പിന്റെ സ്വാധീനത്തെയും സാമ്പത്തിക ശേഷിയെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഐ ആം സപ്പോസ് ടു ഗിവ് എ റിപ്പോർട്ട് ടു ദ മിനിസ്റ്റർ വിത്തിൻ അവേഴ്സ്. ഈ കേസിന്റെ ഒരു ഡയറക്റ്റ് ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നിരഞ്ജനെയാണ് ഏൽപ്പിക്കുന്നത്. യെസ് സർ. ബട്ട് സർ, സംഭവം നടന്ന അന്നു മുതൽ ഐ ആം ആഫ്റ്റർ ഇറ്റ്. ഐ വിൽ ഗെറ്റ് എ ബ്രേക്ക് ത്രൂ വെരി സൂൺ സർ. കം ഓൺ മൻമോഹൻ, ഞാൻ തന്നെ ഒഴിവാക്കിയതല്ല. ഇയാൾ ചെറുപ്പമല്ലേ, ഓടി നടന്ന് ഗ്രൗണ്ട് വർക്ക് ചെയ്യട്ടെ. ആൻഡ് യു വിൽ റിപ്പോർട്ട് ഡയറക്ട്ലി ടു മീ. യെസ് സർ. നിരഞ്ജൻ, സൈമന്റെ മരണമൊഴി താൻ റെക്കോർഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അതെ സർ. പക്ഷേ ഇറ്റ്സ് സോർട്ട് ഓഫ് വേഗ്. ആരാണ് കുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അയാള് മീര സ്പാ എന്നാണ് പറഞ്ഞത്. മീര സ്പാ. സ്ട്രേഞ്ച്. എനിത്തിങ് എൽസ്? സീൻ ഓഫ് ക്രൈമിൽ നിന്നും ഒരു ക്രഷ്ഡ് സെൽഫോൺ കിട്ടി. അൺഫോർച്ചുനേറ്റ്ലി ദ സിം കാർഡ് വാസ് ഓൾസോ ഡാമേജ്ഡ്. പക്ഷേ സിം നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിക്കാൻ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സർ. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വൈറ്റൽ. ഇറ്റ് ഈസ്. പിന്നെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ റോഡിൽ കിടന്ന സൈമൺ അരികിൽ നിന്നും ഓടിപ്പോയി വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടവർ പാറമട സുഭാഷും ജയപ്രതാപുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇൻ ഓൾ പ്രോബബിലിറ്റി അവർ തമിഴ്നാട്ടിലേക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. വി ആർ ആഫ്റ്റർ ദം. പ്രസ് കോൺഫറൻസിന് ശേഷം സൈമണും സുഭാഷും ജയപ്രതാപും മറ്റ് ചില സുഹൃത്തുക്കളും ചേർന്ന് വിഴിഞ്ഞത്തെ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ ഒരു സെലിബ്രേഷൻ പാർട്ടിയിലായിരുന്നു. ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് സൈമണും സുഭാഷും ചേർന്ന് സുഭാഷിന്റെ വണ്ടിയിൽ അവിടെ നിന്ന് പുറപ്പെടുന്നത്. ജയപ്രതാപ് മറ്റ് സുഹൃത്തുക്കളെ അവിടെ നിന്ന് യാത്രയാക്കിയതിനു ശേഷം സൈമന്റെ വണ്ടിയിൽ ഫോളോ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. റിസോർട്ടിലെ സ്റ്റാഫിന്റെ മൊഴികളിൽ നിന്നാണ് നമുക്ക് ഈ പിക്ചർ കിട്ടിയിരിക്കുന്നത്. സോ താൻ സംശയിക്കുന്നത് ജയപ്രതാപിനെയും പാറമട സുഭാഷിനെയുമാണ്? അങ്ങനെ പറയാനാവില്ല സർ. ഈ കേസിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ലൈക്ക് സൈമന്റെ മരണമൊഴി. അയാൾ ജയപ്രതാപനെയോ സുഭാഷിനെയോ നെയിം ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ പിൻ സീറ്റിലുള്ള ബ്ലഡ് സ്റ്റെയിൻസ്. സൈമൺ മരണപ്പെട്ടത് വണ്ടിയിൽ നിന്നും ഏതാണ്ട് 5.5 മീറ്റർ അകലെയാണ്. ഇൻ എ പൂൾ ഓഫ് ബ്ലഡ്. പിന്നെ എങ്ങനെ വണ്ടിയുടെ പിൻ സീറ്റിൽ രക്തക്കറയുണ്ടായി? അയാളുടെ ബോഡിയിൽ നെഞ്ചിനും അടിവയറിനും ഇടയിലായി 3 കുത്തുകളുണ്ട് ഫ്രം ദ സെയിം വെപ്പൺ. പക്ഷേ കഴുത്തിന് താഴെ there is a razor sharp slit. ഏയ്, ഡോണ്ട് ബി സില്ലി. ഒന്നിലധികം പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുമ്പോൾ മുറിവുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയല്ല സർ. വയറ്റത്തുള്ള കുത്തുകൾക്ക് ഒരു റാൻഡം സ്വഭാവമുണ്ട്. പെട്ടെന്ന് നടത്തിയ ക്രൂഡായ ഒരു ആക്രമണം. പക്ഷെ കഴുത്തിലെ മുറിവ്, ദാറ്റ്സ് എ കാൽക്കുലേറ്റഡ് പേർപ്പസ്ഫുൾ സ്ലാഷ്. തികച്ചും വ്യത്യസ്തമായ മാനസികാവസ്ഥയിലുള്ള 2 പേർ ചേർന്നാണ് സൈമണെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ ജനസിൽപ്പെട്ട ജയപ്രതാപും സുഭാഷും തമ്മിൽ അത്തരമൊരു വ്യത്യാസമില്ല സർ. തന്റെ യുക്തി എനിക്ക് അത്ര ബോധിച്ചിട്ടില്ലെങ്കിലും ഐ ബിലീവ് ഇൻ യുവർ ഇൻസ്റ്റിങ്ക്റ്റ്, ബട്ട് ഐ വാണ്ട് എ ബ്രേക്ക് ത്രൂ സോ ബാഡ്ലി. We will make it happen, sir. Then buckle your shoes and run. Yes, sir. Sir. Please sit down. എന്തായി വിജയൻ? നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് സർ. കാർഡ് ഹോൾഡറിന്റെ അഡ്രസ് ഇതാണ്. രാജമ്മ വേലിക്കകം വീട്, വെള്ളറ, ട്രിവാൻഡ്രം 695505. ഈ നമ്പറിന് റീസെന്റ് കോൾ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് സർ. ഔട്ട് ഗോയിങ് ഇൻകമിംഗ് കോൾ നമ്പേഴ്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഗുഡ് വർക്ക് വിജയൻ. സർ. ഷിഹാബ്ദൻ സർ, രാജമ്മയുടെ പേരിലുള്ള സെൽ അവരാണോ അതോ മറ്റാരെങ്കിലുമാണോ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നും നമ്മൾ അന്വേഷിക്കണം. സർ, ഒരുപക്ഷെ നമുക്ക് കിട്ടിയ ഈ ഫോൺ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണെങ്കിലോ? ദാറ്റ്സ് എ പോസിബിലിറ്റി. പക്ഷേ ഷിഹാബ്ദൻ പറഞ്ഞ പോലെയാണെങ്കിൽ ഫോൺ മിസ്സായതായി രാജമ്മയുടെ ഒരു പോലീസ് കംപ്ലൈന്റ് ഉണ്ടാവണം. സോ ഗോ ഫൈൻഡ് ഹർ ആൻഡ് ടോക്ക് ടു ഹർ. സർ. സർ, ഇതാണ് മുള്ളാണി ബിജു, രാജമ്മയുടെ മകൻ. അവരുടെ സിം ഉപയോഗിക്കുന്നത് ഇവനാണ്. ഇവൻ പാറമട സുഭാഷിന്റെ ആളാണ്, ഒരു പക്ക ക്രിമിനൽ. എന്തായി സതീഷ്? സർ, ഇവൻ മുങ്ങിയിരിക്കുകയാണ് സർ. പക്ഷേ ഇൻഫോ കിട്ടിയിട്ടുണ്ട് സർ. മേ ഐ? യാ സർ.
സർ, ഇത് ജോഷുവ. ഇവൻ അറിയപ്പെടുന്നത് കൺട്രാക്ട് എന്നാണ്, കോൺട്രാക്ടർ. കഴിഞ്ഞ വർഷം ആറ്റിങ്ങലിലെ ഒരു ജ്വല്ലറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവനെ നമ്മൾ ഓൾമോസ്റ്റ് പൂട്ടിയതായിരുന്നു സർ. പക്ഷേ മുകളിൽ നിന്നും വിളി വന്നു, പൂട്ടുപൊട്ടി അല്ലേ? ഇവന് പാറമട സുഭാഷും ജയപ്രദാവുമായി ജോയിന്റ് ഓപ്പറേഷൻസ് ഉണ്ട് സർ. അലക്സ് സർ. ഇയാളും ഈ മുള്ളാണി ബിജുവും തമ്മിൽ എന്താ കണക്ഷൻ? സർ, 5 ദിവസം മുമ്പ് ജോഷുവ മുള്ളാണി ബിജുവുമായി ബന്ധപ്പെട്ടിരുന്നു. ബിജു ഉൾപ്പെടെ മറ്റ് പല ഏരിയകളിൽ നിന്നുള്ള 14ഓളം ഗുണ്ടകളെ അയാൾ വിഴിഞ്ഞത്തൊരു ലോഡ്ജിൽ 2 ദിവസം താമസിപ്പിച്ചിരുന്നു. എന്തോ ഒരു ബിഗ് സ്കെയിൽ ഓപ്പറേഷൻ. മിനിങ്ങാന്ന് വൈകുന്നേരം 6:30 എല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് 3 വണ്ടികളിലായി പോയി. ഇപ്പോൾ എല്ലാവരും അബ്സ്കോണ്ടിങ്. മിനിഞ്ഞാന്നെന്ന് പറയുമ്പോ കൊല നടന്ന ദിവസം. സോ വി ആർ ഓൺ ഇറ്റ്. അലക്സ് സർ. ഈ സംഘത്തിൽപ്പെട്ട 14 പേരെയും ഐഡന്റിഫൈ ചെയ്യണം വിത്ത് ദ സെൽ നമ്പേഴ്സ്. Sir. ഏതെങ്കിലും ഒരു മൊബൈൽ ആക്റ്റീവ് ആണെങ്കിൽ ലൊക്കേറ്റ് ദ ടവർ. സർ. ആൻഡ് സതീഷ്, Sir. യു ഫോക്കസ് ഓൺ ദോസ് വെഹിക്കിൾസ്. വർക്ക്ഷോപ്പുകൾ, ഫ്യൂൽ പമ്പുകൾ, ടയർ വർക്ക്സ് ചെയ്യുന്ന ചെറിയ കടകൾ എല്ലായിടത്തും അന്വേഷിക്കണം. ആൻഡ് മേക്ക് ഷുവർ യു ടോക്ക് ടു ദ ലോക്കൽ പീപ്പിൾ. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നത് അവരിൽ നിന്നായിരിക്കും. സർ, നിങ്ങൾ രണ്ടുപേരുടെയും ആക്ടിവിറ്റീസ് ഷിഹാബ്ദൻ കോർഡിനേറ്റ് ചെയ്യും. ആൻഡ് യു റിപ്പോർട്ട് ടു മീ. സർ. സോ ഗെറ്റ് ഗോയിങ്. സർ. വളരെ പസിലിംഗ് ആയ ഒരു മരണമൊഴിയാണ്. മീര സ്പാ. സ്പാ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ എന്നല്ലേ അർത്ഥം സർ? നോട്ട് റിയലി. ശരിക്കുമുള്ള അർത്ഥം ഈ സ്റ്റീം ബാത്തോ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു ഹെൽത്ത് ക്ലബ് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഏതൊരു ബ്യൂട്ടി ഓർ ഹെൽത്ത് റിലേറ്റഡ് സർവീസ് പ്രൊവൈഡറും സ്വയം സ്പാ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഷിഹാബ്ദുൽ സർ. സിറ്റിയിലും കോവളത്തുമുള്ള എല്ലാ സ്പാകളുടെയും ഡീറ്റെയിൽസ് എടുക്കണം. And see if there is one called Meera Spa. ഈ ആത്മാവിന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായി ലഭിക്കുന്ന ഇവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവം ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിക്കാൻ തിരുവനന്തപുരമായി ഈ
ദാസനെ കരുണയോടെ തൊട്ടുണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇയാളെ ലോകത്ത് ചെയ്തു പോയ പാപങ്ങൾക്ക് ഇയാളെ വിശുദ്ധന്മാരെ ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാമം നിത്യ തേജസ്സിൽ ഇയാളെ പ്രകാശിക്കുകയും ചെയ്യട്ടെ. Yes. You are going to airport, ma'am? Yeah. Sorry, you can't go now. വണ്ടി എടുക്കുക. Hey, what's happening?